എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമുക്ക് പുതിയൊരു റെസിപ്പിയാണ്. അത് നിങ്ങളെ യൂട്യൂബിൽ എങ്ങനെ തരുന്നാലും കിട്ടില്ല. കൈപ്പയ്ക്ക ഇതുവരെ ആരും ട്രൈ ചെയ്യാത്ത രീതിയിൽ നല്ല കാഷ്യൂ നട്ടും ക്രീമും ഒക്കെ അരച്ച് ചേർത്ത് സൂപ്പർ ടേസ്റ്റിലുള്ളൊരു കറി. അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണെങ്കിൽ, പക്ഷേ ഇതിൻ്റെ കുക്കിംഗ് മെത്തേഡ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് വീട്ടിലിനി ആരും കൈപ്പയ്ക്ക കറി ആണല്ലോ എന്ന് വെച്ചിട്ട് വേണ്ട വയ്ക്കില്ല. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങിയല്ലേ. ഇതിനാദ്യമായിട്ട് വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ കുതിർത്താൻ വെക്കണം. ഇനി നമുക്ക് ആവശ്യം 2 ഇടത്തരം വലിപ്പമുള്ള തക്കാളിയും വലിയ ഉള്ളി, അതായത് സവാള 300 ഗ്രാം വേണം. 2 ചെറിയ വെള്ളുള്ളികളും വേണം. 1 ഇഞ്ച് കഷ്ണം ഇഞ്ചിയും വേണം. പിന്നെ 500 മുതൽ 600 ഗ്രാം വരെ കൈപ്പയ്ക്കയും വേണം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ ഒഴിക്കുക. ബട്ടർ വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മളുടെ അരിഞ്ഞു വെച്ച കൈപ്പയ്ക്കൊക്കെ ഇട്ട് കൊടുക്കുക. ഈ കൈപ്പയ്ക്ക ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ നമുക്കിതിൻ്റെ കയ്പ്പ് നന്നായിട്ട് കുറഞ്ഞ് കിട്ടും. അതിനായിട്ട് ഇനി വേറെ മെത്തേഡൊന്നും ഉപയോഗിക്കേണ്ട. ഇങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ പോഷക ഗുണങ്ങളൊക്കെ ഇതിൽ തന്നെ കിട്ടുകയും ചെയ്യും. നമ്മൾക്ക് നല്ല ടേസ്റ്റിലുള്ള കൈപ്പയ്ക്ക കറി കിട്ടും. അതിനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഓയിൽ കൊണ്ടുവന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ഇത് വേണമെങ്കിൽ ഒരേ സമയത്ത് തന്നെ നമുക്ക് 2 അടുപ്പിൽ ചെയ്യുകയാണെങ്കിൽ ഈ മസാലകളൊക്കെ വഴറ്റുമ്പോഴത്തേനും നമ്മളുടെ ഈ കൈപ്പയ്ക്ക ഇവിടെ നന്നായിട്ട് വഴന്ന് കിട്ടും. ശരിക്കും ഇത് നന്നായിട്ട് വഴന്നാലാണ് ഇതിൻ്റെ കയ്പ്പ് പോകുള്ളൂ. എന്താ വെച്ചാൽ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്തിട്ടുള്ളൊരു സ്വീറ്റ് കറി ആക്കുമ്പോൾ ഈ കൈപ്പയ്ക്കേൻ്റെ കയ്പ്പാകുമ്പോൾ തീരെ ടേസ്റ്റ് വരില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു കറി ഉണ്ടാക്കാം. ഇനി ബാക്കിയുള്ള മസാല ഒക്കെ ചേർക്കാം. കൈപ്പയ്ക്ക ഒരടുപ്പിൽ വഴലുമ്പോഴേക്കും നമ്മൾക്ക് മറ്റൊരു അടുപ്പിൽ ഇതിലേക്ക് വേണ്ടിയുള്ള മസാലകളൊക്കെ റെഡിയാക്കി എടുക്കാം. ഇനി മറ്റൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക, ചൂടാക്കുക. എന്നിട്ട് 3 ടേബിൾ സ്പൂൺ ഏതെങ്കിലും ടൈപ്പ് റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ചൂടാകുമ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ഓയിൽ ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള, നന്നായി കുനുക്കുന അരിഞ്ഞിട്ടുള്ള കൊത്തി അരിഞ്ഞുള്ള സവോള എടുത്തിട്ട് ഈ ചൂടായ ഓയിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് വഴലുമ്പോഴേക്കും നമ്മൾക്ക് ഇഞ്ചിയും വെള്ളുള്ളിയും തൊലി കളഞ്ഞ് ചതച്ചെടുക്കുകയോ പേസ്റ്റാക്കി എടുക്കുകയോ ചെയ്യാം. ഈ കറിക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ എന്താ വെച്ചാൽ ഈ കൈപ്പയ്ക്ക് നന്നായിട്ട് വഴറ്റണം. ഈ ഓയിൽ കിടന്നിട്ട് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. ആ ഉപ്പിടുമ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ വരും പുറത്തേക്ക്. അപ്പോൾ ആ കൈപ്പയ്ക്ക നല്ല ക്രിസ്പി ആവാതെ എന്നാൽ സോഫ്റ്റ് ആയിട്ട് കയ്പ്പൊക്കെ പോയി നല്ലൊരു ടേസ്റ്റ് വരും. അങ്ങനെ തന്നെ കഴിക്കാനും പറ്റും. ഉള്ളി ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെള്ളുള്ളിയും ചേർക്കാം. ഉള്ളി ഇട്ടതും കൈപ്പയ്ക്കയും നന്നായിട്ട് വഴന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ വെള്ളുള്ളി നന്നായിട്ട് വഴന്നു കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത മസാലകളൊക്കെ ചേർക്കാം. മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. ഇപ്പോൾ നമ്മളിതിലേക്ക് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കുറയ്ക്കേണ്ട ആവശ്യം വരില്ല, ഇത്ര തന്നെ മതിയാവും. കൂട്ടണമെങ്കിൽ വേണമെങ്കിൽ കൂട്ടാം. നന്നായിട്ട് മൂത്ത മണം വരുന്ന വരെ നല്ലൊരു മണമാണ് ഇപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു മണം. ആ സമയം വരെ നമ്മൾ വഴറ്റ്. അടുത്തതായിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോ ഫ്ലെയിമിൽ വേണം ഇത് പാകപ്പെടുത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോഴാണ് ഇതിൻ്റെ എല്ലാ മസാലകളും കറക്റ്റ് മൊരിഞ്ഞ് ആ കറീൻ്റെ ടേസ്റ്റൊക്കെ അതിലേക്ക് പിടിച്ച് എല്ലാം കറക്റ്റായിട്ട് വരുള്ളൂ. അത് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. അതേമാതിരി തന്നെ കയ്പ്പയ്ക്ക ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എന്നാലും പറയാണ്, കയ്പ്പയ്ക്ക നന്നായിട്ട് വഴറ്റിയിട്ടുണ്ടാവണം. കയ്പ്പയ്ക്ക നമ്മൾ ഈ വഴറ്റുമ്പോൾ തന്നെ കുക്കായിട്ടുണ്ടാവണം. ഉള്ള മസാലകളൊക്കെ നല്ല മൊരിഞ്ഞ് മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടിയാണിത്, ജീരകം വറുത്ത് പൊടിച്ചത്, അത് ചേർക്കുക. അതേമാതിരി തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വറുത്തിട്ടെടുക്കണം. അപ്പോൾ ഭയങ്കര ഒരു സ്മെല്ലാണ് ഉണ്ടാവുക. വാവ്, എന്തൊരു നല്ല സ്മെല്ലാണ്. നമുക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് കസൂരി മേത്തി എന്ന് പറയുന്നത് ഉലുവേൻ്റെ ഇല ഉണക്കി പൊടിച്ചതാണ്. അത് നമ്മളൊന്ന് കൈ കൊണ്ട് തിരുമ്മിയിട്ട് ചേർക്കുമ്പോൾ അതിൻ്റെ ഫുൾ ഫ്ലേവർ അതിലേക്ക് വരും. അതും കൂടെ ചേർക്കുക. അത് 1 ടീസ്പൂൺ മതിയാവും, കൂടുതൽ ചേർക്കരുത്. എന്താ വെച്ചാൽ ഈ കയ്പ്പയ്ക്കേൻ്റെ കയ്പ്പും ഇതിനും ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവുക. അതും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാൻ. പക്ഷേ ഇതിനൊരു ഭയങ്കര നല്ല സ്മെല്ലാണ്. ചെറുതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ജ്യൂസാക്കി വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളിതിലേക്ക് 2 തക്കാളി ജ്യൂസാക്കിയിട്ട് ചേർത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചിട്ടെടുക്കണം. എന്നിട്ട് വേണം നമ്മളുടെ വഴറ്റി വെച്ച കയ്പ്പയ്ക്ക ചേർക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ വഴറ്റി വെച്ച കയ്പ്പയ്ക്ക നന്നായിട്ട് വെന്തോന്ന് നോക്കിയിട്ട് വേണം. ഫുൾ കുക്കായതിന് ശേഷം മാത്രമാണ് നമ്മളിതിൽ ചേർക്കുള്ളൂ. 1/2 സ്പൂൺ ഉപ്പും കൂടെ നമ്മൾ ഈ മസാലക്കൂട്ടിലേക്ക് ഇടുകയാണ്. നമ്മൾ ഇതേവരെ മസാലക്കൂട്ടിൽ ഉപ്പിട്ടില്ലായിരുന്നു. നമ്മൾ നേരത്തെ കയ്പ്പയ്ക്കയിൽ മാത്രം ഉപ്പിട്ടിട്ട് ഇളക്കിയിട്ടാണ് വറുത്ത് കൊണ്ടിരുന്നത്. അതിപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടില്ല സ്റ്റൗവ്. ഈ പാത്രം ഒന്ന് നമുക്ക് മൂടി വയ്ക്കാം. അങ്ങനെ മൂടി വയ്ക്കുമ്പോൾ ആ ആവിയിൽ കിടന്നിട്ട് എല്ലാ മസാലക്കൂട്ടുകളും ഉപ്പും എല്ലാം ചേർന്നിട്ട് ആവിയിൽ കിടന്നിട്ട് എല്ലാം കൂടി എല്ലാത്തിൻ്റെയും ടേസ്റ്റ് കൂടി ഒന്ന് കൂടുകയുള്ളൂ. നമുക്ക് 1-2 മിനിറ്റ് ഇതേമാതിരി മൂടി വെച്ച് തന്നെ വേവിക്കാം. വാവ്, എന്തൊരു നല്ല സ്മെല്ലാ. കളറും നല്ല ഭംഗിയുണ്ട്. അതേമാതിരി തന്നെയാണ് ഇത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ എൻ്റെ ഫാമിലിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കും. ഞങ്ങളുടെ വീട്ടിൽ ചെറിയ കുട്ടികളടക്കം എല്ലാവരും കഴിക്കുന്നതാണിത്. നിങ്ങൾക്കും എന്തായാലും ഇഷ്ടമാവും. ഇത്തിരി ഉണ്ടാക്കാൻ എടുക്കുന്ന ടൈം മാത്രമേ ഉള്ളൂ, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്കിനി ഒരു നോൺ വെജ് കറിയും വേണ്ട. വെജിറ്റേറിയൻസിന് ഇതൊരു സൂപ്പർ ഡിഷാണ്. നമുക്ക് വഴറ്റിക്കൊണ്ടിരുന്ന കയ്പ്പയ്ക്ക എടുത്ത് ഇതിലേക്ക് ഇടാം. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒരടുപ്പത്ത് നമ്മൾ ഈ കയ്പ്പയ്ക്ക വഴറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര നേരം ഈ കയ്പ്പയ്ക്ക വഴറ്റിയിട്ടുണ്ടാവുമെന്ന്. നമ്മൾ ഈ മസാല റെഡിയാക്കുന്ന അത്രയും ടൈം തന്നെ മറ്റേ അടുപ്പത്ത് നമ്മൾ കയ്പ്പയ്ക്ക വഴറ്റിക്കൊണ്ടിരുന്നു. അപ്പോൾ അത്രയും നന്നായി കുക്കാന് ശേഷം മാത്രമാണ് നമ്മൾ ഈ കയ്പ്പയ്ക്ക ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോഴാണ് ഇനി ചേർക്കാൻ പോകുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും അതിൻ്റെ ഒക്കെ പേസ്റ്റും മല്ലിച്ചപ്പും ഒക്കെ ചേർന്നിട്ടൊരു സൂപ്പർ ടേസ്റ്റ്. 1 മിനിറ്റും കൂടെ നമ്മളുടെ ഈ കറി ഒന്ന് മൂടി വയ്ക്കുകയാണ്. ശരിക്കും നമ്മളിതെല്ലാം കുക്കായിട്ടുള്ളതാണ്. മസാല അതെ, കയ്പ്പയ്ക്കും അതെ, പക്ഷേ എല്ലാം കൂടിയിട്ട് ഒരു ഫ്ലേവർ എല്ലാത്തിലേക്കും ചേരണമല്ലോ. കയ്പ്പയ്ക്കൻ്റെ ഫ്ലേവർ ഈ കറിയിലേക്കും, കറീൻ്റെ ഫ്ലേവർ കയ്പ്പയ്ക്കയിലേക്കും ചേരണമല്ലോ. അതിന് വേണ്ടി മാത്രം 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് മൂടി വയ്ക്കാം. നമുക്ക് ഒന്ന് തുറന്ന് നോക്കി നോക്കിയാലോ. വാവ്, ഇപ്പോഴും അത് നമ്മളെ കറി കണ്ട ഇപ്പം തന്നെ കഴിച്ചു നോക്കാൻ തോന്നും. കഴിച്ചാൽ നല്ല കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾക്ക് കുറച്ചും കൂടി ടേസ്റ്റ് വേണം അല്ലേ. അപ്പോൾ നമ്മളിനി 1 മിനിറ്റും കൂടെ കാത്തിരിക്കണം. നമ്മൾക്ക് ഇതിലേക്ക് ക്രീമും കൂടെ ചേർക്കാനുണ്ട്, അണ്ടിപ്പരിപ്പ് അരച്ചതും ചേർക്കാനുണ്ട്. ഇനി മല്ലിച്ചപ്പം കൂടെ ചേർക്കാം. ഒരു ചെറിയ പിടി മതിയാവും, അധികമൊന്നും വേണ്ട. ഒരു ചെറിയൊരു മണത്തിന് മാത്രമാണ്. അത് നമുക്ക് കട്ട് ചെയ്ത് ചേർക്കാം. നമ്മൾ കുക്കിങ്ങിൻ്റെ തുടക്കത്തിൽ തന്നെ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും നന്നായിട്ട് മഷിമാരി അരയ്ക്കുക എന്ന് പറയില്ലേ, അതേമാതിരി നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ട് ഇതിൽ ചേർക്കുക. ഇനി നിങ്ങൾക്ക് ക്രീം ഇല്ല എന്ന് വെച്ചാൽ, കുക്കിംഗ് ക്രീം ഇല്ല വെച്ചാൽ ചേർക്കണം നിർബന്ധമല്ല. ഈ അണ്ടിപ്പരിപ്പ് മാത്രമായാലും ടേസ്റ്റാണ്. ഈ തീരെ ക്രീമില്ലാത്തവർക്ക് ക്രീം ചേർത്തേ പറ്റുമെന്നുള്ളവർക്ക് ഞാനൊരു ഐഡിയ കൂടെ പറഞ്ഞുതരാം.
അതെന്താ വേണ്ടത് വെച്ചാൽ നമ്മൾക്കൊരു 2 ടീസ്പൂൺ മിൽക്ക് പൗഡർ എടുത്തിട്ട് ചെറുതായിട്ട് പാലിലോ അല്ലെങ്കിൽ സാധാ വെള്ളത്തിലോ കലക്കിയിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിക്കാം. ഞാനിപ്പോൾ മിക്സി കഴുകാൻ വേണ്ടിയിട്ടൊരു 1/4 മുതൽ 1/2 കപ്പ് വരെ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ ചേർക്കണം. ഇനി ഈ ക്രീമും കാഷ്യൂ നട്ടിൻ്റെ പേസ്റ്റും എല്ലാം എല്ലായിടത്തും ആകുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നമ്മളുടെ കറി ഇപ്പോൾ റെഡിയാണ്. നല്ല സ്മെല്ല് കൊണ്ടിട്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അത്ര ടേസ്റ്റാണ്. ആ കസൂരി മേത്തിൻ്റെ ഗരം മസാലേൻ്റെ ഒക്കെ കൂടി ടേസ്റ്റ് ഭയങ്കര നമ്മൾക്ക് കഴിച്ചു പോകും. ഇപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നു പിന്നെ നമ്മൾ ഈ ക്രീം ചേർത്തയിലേക്കും കൂടെയുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നേരത്തെ മസാലയിലേക്കും പിന്നെ കൈപ്പയ്ക്കയിലേക്കുള്ള ഉപ്പായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഒരു 1/4 ടീസ്പൂണും കൂടെ ഉപ്പിട്ടാൽ ഇതെല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും. ഇത്ര ഗ്രേവി പോരാന്ന് വെച്ചാൽ കുറച്ച് ക്രീമോ അല്ലെങ്കിൽ പാലോ അല്ലെങ്കിൽ പാലിൽ മിക്സ് ചെയ്ത മിൽക്ക് പൗഡറോ ചേർത്തുള്ളത് ചേർക്കാം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനോധർമ്മം ടേസ്റ്റിനനുസരിച്ചിട്ട് ഞാൻ ഇട്ട് തരുന്നു. അപ്പം നോക്കിയേ ഫ്രണ്ട്സ്, നമ്മളുടെ കറി കാണാനും അതേമാതിരി തന്നെ ടേസ്റ്റിലും സൂപ്പറാണ്. നമ്മൾക്കിനി ഇത് വിളമ്പുന്ന പാത്രത്തിലൊക്കെ ആക്കിയേ വേണ്ടുള്ളൂ. ഒരു ഫൈനൽ ടച്ചിന് വേണ്ടിയിട്ട് ഞാനൊരു 5-10 റേസിൻസും കൂടെ ഇടാണ്. എന്നിട്ടൊന്ന് മൂടി വയ്ക്കുമ്പോൾ എല്ലാ ഫ്ലേവർ എല്ലായിടത്തേക്ക് എത്തും. എന്നിട്ട് ഞാനൊന്ന് വിളമ്പുന്ന പാത്രത്തിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങളിത് കഴിച്ചിട്ട് പറയണം, ഇത്രയും ടേസ്റ്റിലുള്ളൊരു കറി ജീവിതത്തിൽ കഴിച്ചിട്ടില്ലാണ്. ഓക്കെ ദെൻ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.